പ്രണയിക്കുന്ന ആളുടെ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളെ? ഇത് തന്നെയാണ് പ്രണയം. ധൈര്യമായിട്ട് പ്രണയിച്ചു. ഈ സുധീഷിനെ കുറിച്ച് നസീറിനെ കുറിച്ച് എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാം. അവരെന്നൊന്നും പറയില്ല. കാരണം അത്ര ഞങ്ങള് ആ ചങ്ക് ഫ്രണ്ട്സ് ആണ്. കാരണം അവര് മുടി കൊഴിഞ്ഞപ്പോ അവൻ ചെയ്യാൻ പറ്റും. അവര് ഞാനും എൻ്റെ അളുകനും തോട്ട് വരുമ്പോ പോകുമ്പോ തോട്ട് വരുമ്പത്തൊരു ചക്കത്തുണ്ടാവും. കാര്യം എന്റെ ഒരു പിക്കും നമസ്കാരം ഒരു അങ്ങനെയല്ല, അത് എല്ലാ വീക്കിലും ഇറങ്ങുന്നുണ്ട്. ഓരോ നടനെയും നടിയെ വെച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അവരാണ് തോന്നണോ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു മാച്ച് ഉണ്ടാക്കിയത്. ആ സിനിമ നന്മയുള്ളതായിരുന്നു, ഒന്നും സംഭവിച്ചില്ല. ആകെ നടന്ന് ഞങ്ങളെ കല്യാണം. പാട്ടുകളൊക്കെ പാടി കൊടുക്കാറുണ്ടോ? അത് കുറേ ഉണ്ടായിരുന്നു. പിന്നെ താരാട്ടുപാട്ടൊക്കെ പാടി. നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു. കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നോക്കുന്ന ഒരാള് എന്നെ കൂടി നന്നായി നോക്കും. അതാണ് എനിക്ക് കിട്ടിയ ഒരു ഉറപ്പ്. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയ സമയത്ത്. സാധാരണ ഒരു പറയണേ. ഇഴയാണ് നമ്മുടെ ലൈഫിലെ ഒരു ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന്. അവര് എന്നെ മറന്നിട്ടില്ലല്ലോ. അപ്പോൾ അവര് പറയും ഒരുപാട് ഞങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ട്. അവര് പക്ഷെ വന്ന് പറയുമ്പോ എൻ്റെ ഉള്ളിലൊരു കണ്ണുനീര് വീഴാറുണ്ട്. മറന്നുപോ സഖി എന്നാണ് ഇതിൻ്റെ ഈ ആൽബത്തിൻ്റെ പേര്. ആ പാട്ട് പാടിയിരിക്കുന്നത് ഞാനാണ്. ഞാൻ പറഞ്ഞത് പ്രണയിച്ചാലും ഇല്ലെങ്കിലും നമ്മളെന്തായാലും പ്രണയിക്കണം വിവാഹത്തിന് ശേഷം, അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. ഇന്ന് നമുക്കൊപ്പം മലയാള സിനിമയിലെ ഒരു പ്രണയ ജോഡിയാണുള്ളത്. കലാഭവൻ നവാസും അദ്ദേഹത്തിന്റെ ഭാര്യ രഹ്നയും. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ പ്ലാൻ ചെയ്ത് വിളിച്ചാണോ? ഏതാണ്ടൊക്കെ വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ ഏതാണ്ട് രണ്ട് സന്തോഷങ്ങൾ നിങ്ങൾക്കൊപ്പം നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ, നമ്മൾ കൊണ്ടുവന്നല്ലോ. പ്രണയിക്കുന്നവര് പ്രണയിച്ചുകൊണ്ടിരിക്കും. പിന്നെ എല്ലാത്തിനും ഒരു ദിവസം ഉണ്ടല്ലോ അല്ലേ? പാരന്റ്സ് ഡേ, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞപ്പോ ആ ഒരു ദിവസമാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആരും വേണ്ട. വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ ഈ ദിവസം നിങ്ങളൊരു ആൽബം റിലീസ് ചെയ്യാണ്. ഇന്നത്തെ ഒരു വലിയ സന്തോഷമുണ്ട്. അപ്പൊ അത് റിയാസ് പട്ടാമ്പി അദ്ദേഹമാണ് ഇതിന്റെ ഒരു സാരഥി. മറന്നുപോ സഖി എന്നാണ് ഇതിന്റെ ഈ ആൽബത്തിന്റെ പേര്. ആ പാട്ട് പാടിയിരിക്കുന്നത് ഞാനാണ്. നമ്മള് അഭിനയിക്കണം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ലൊക്കേഷനിൽ വെച്ചാണ് ഈ ഒരു കഥ പറയുന്നത്. റിയാസിന്റെ അടുത്ത് ഒക്കെ പാടുന്നതല്ലേ, അപ്പൊ ഒരു പാട്ട് എനിക്ക് പാടിത്തരൂ എന്നുള്ള സംഭവം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം പാടാനുള്ള കോൺഫിഡൻസ് വേണമല്ലോ. ഞാൻ പറഞ്ഞു പാട്ട് നമ്മൾ സ്റ്റേജ് സംഭവം ശരിയാണ്, പാട്ടിന് ഒരുപാട് സ്നേഹിക്കുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷെ നീ ഉദ്ദേശിക്കുന്ന രീതി അത് വരുമെന്ന് എനിക്കറിയില്ല, നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്ന അടുത്ത ദിവസം ഇവൻ ട്യൂൺ കാര്യങ്ങളൊക്കെ സെറ്റാണെന്ന് പറഞ്ഞു. ഇവൻ വെൽ പ്ലാൻഡ് ആണ്, നമുക്കതറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ അടുത്ത സംഭവം കൊണ്ടുവന്നു. കാരണം വന്നാൽ ഞാൻ പറഞ്ഞില്ല ആ വക പരിപാടികൾ നമ്മൾ ഒന്നതൊരു പ്രണയഗാനമാണ്. അപ്പം അതിനങ്ങനെ വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി, ഓക്കെ ഞാൻ വേറെ പ്ലാൻ ചെയ്യേക്കാം നോക്കിയിട്ട് ഞാൻ പറയാം, വേറെ ആരെങ്കിലും വെച്ച് ചെയ്യാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഒരാഴ്ച കൊണ്ട് വീണ്ടും വിളിച്ചു. ഇത് നിങ്ങൾ രണ്ടുപേരും കൂടി വന്നാൽ എങ്ങനെ ഉണ്ടാവും, നമ്മളൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു മഹാബോറായിരിക്കും, മറ്റേ ആദ്യം ഒരാളെന്നാ പറഞ്ഞത്. അപ്പൊ ഇല്ലേക്ക് അതിന്റെ ഒരു കൺസെപ്റ്റ് ഞാനൊരു കണ്ടന്റ് റെഡി ആക്കിയിട്ടുണ്ട്. അതൊന്ന് കേട്ടിട്ട് അതിന്റെ വൺ ലൈൻ കേട്ട് ഓക്കെ ആണെങ്കിൽ അപ്പൊ പിന്നെ അത് പറഞ്ഞു. ഞാൻ ഇപ്പൊ അത് പറയുന്നില്ല, എന്തായാലും കാണാത്തവരത് കാണട്ടെ. മറന്നുവോ സഖി പഴയൊരി നടവഴി, അറിയുമോ സഖി വിരഹമെന്നൊരു വിധി, പ്രാണൻ പോകുന്ന പോലടി കണ്ണടഞ്ഞാലുമെൻ മണി, ഉള്ളുറങ്ങൂല കൺമണി, ആരീരാരം നീയാലടി, മറന്നുവോ സഖി പഴയൊരി നടവഴി. വാലന്റൈൻസ് സ്പെഷ്യൽ സോങ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു അഭിനയം? എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? അല്ല, നമ്മള് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് വലിയ കുഴപ്പമില്ലാതെ പോയി. ഈ വാലന്റൈൻസ് ഡേ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അതായത് ഇതിന്റെ സംഗീതം എന്ന് പറയുമ്പോൾ ഒരു പ്രണയത്തിന്റെ കൂടി ആംഗിൾ ഉണ്ട്. നിങ്ങളുടെ പ്രണയം എന്ന് പറയുമ്പോൾ ശരിക്കും പ്രണയ വിവാഹം തന്നെയായിരുന്നു? എന്തായിരുന്നു?
അല്ല ഞാൻ പറഞ്ഞത് പ്രണയിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ എന്തായാലും പ്രണയിക്കണം വിവാഹത്തിന് ശേഷം, അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതാണ് എന്റെ ഒരു ട്വിസ്റ്റ്. അല്ല, മനുഷ്യന്റെ ജീവിതം സ്ത്രീ പുരുഷൻ എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഒരു വലിയ ഭാഗമാണ്. അത് മസ്റ്റായിട്ട് വേണമല്ലോ, ഇല്ലെങ്കിൽ എന്ത് ലൈഫ്. നമുക്ക് സന്തോഷിക്കാനും സ്വപ്നങ്ങൾ കാണാനും ഒക്കെ ഉള്ള ദൈവം തന്നിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് പ്രണയം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു ഇണയെ തരിക എന്നൊക്കെ പറയാം. അത് എപ്പോഴും ആളുകൾ എപ്പോഴും എടുത്തു ചോദിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോ അറേഞ്ച്ഡ് മാരേജ്, പ്രണയവിവാഹം എന്നൊക്കെ പറയുന്നോണ്ടായിരിക്കാം എടുത്തെടുത്ത് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിന്റെ ഒരു ഡിഫറൻസ്? പക്ഷെ ബേസിക്കലി എങ്ങനെ വിവാഹം കഴിച്ചാലും പ്രണയമില്ലാതെ ലൈഫില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. നമ്മൾ ഏത് വഴിയിലൂടെ ഇവർ ഒരുമിച്ചു എന്നുള്ളതല്ല, പ്രണയമില്ലെങ്കിൽ ശേഷം പ്രണയം അപ്പൊ ചിലപ്പോ അതിനേക്കാൾ കുറച്ച് മുമ്പ് കൂടി പ്രണയിച്ച് തുടങ്ങിയിട്ടുണ്ടാവാം. അത് പോകാതിരുന്നാ മതി. ഞങ്ങളൊരു പ്രോഗ്രാമിലാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്, നേരിൽ കാണുന്നത് ഫസ്റ്റ് മീറ്റ്. പിന്നെ ഇതിനകത്ത് പുറത്ത് പറയാൻ പറ്റാത്തൊരു വലിയ കാര്യം കഥ എന്ന് പറഞ്ഞാല്, അതിന് കുറേ നാളുകൾക്ക് മുമ്പ് ഈ ആഴ്ചയിലെ സുന്ദരിയും സുന്ദരനും എന്നൊരു സംഭവം വന്നു. അപ്പൊ ഞാനൊരു വൃത്തികെട്ട കോല ഇപ്പൊ വലിയ കുഴപ്പമില്ലാന്നുണ്ട് എന്നെ കാണുമ്പോ. എന്താ സംഭവം? ഈ ആഴ്ചയിലെ സുന്ദരിയും സുന്ദരനും എന്ന് പറഞ്ഞിട്ട് സിനിമാ മംഗളത്തില് അങ്ങനെ ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഒരു മാഗസിനിൽ അങ്ങനെ ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു നടനും നടിയും അങ്ങനെ കാണിക്കും. അപ്പൊ ഈ കണ്ണാടി നോക്കുന്ന സമയത്ത് ഞാൻ എന്താണ് ഇങ്ങനെയെന്ന് ഞാൻ സ്വയം ചോദിക്കുന്ന സമയത്താണ് അത് വരുന്നത്. അപ്പൊ ഞങ്ങൾക്കൊരു പരിചയവും ഇല്ല, നമ്മൾക്കൊരു പരിചയവും ഇല്ല. അങ്ങനെ ഒരു സംഭവം നവാസ്കാരുടെ വേറെ ഏതോ സെറ്റിലെ ഒരു പിക്ക് ഞാൻ കാരുണ്യം ചെയ്യുമ്പോൾ എന്റെ ഒരു പിക്കും ഞാൻ വന്നിട്ടുള്ളൂ, ഞാൻ എൻട്രി ആയിട്ടുള്ളൂ. പക്ഷെ ആ എൻട്രി ആയ സമയത്ത് ഈ സിനിമാ മംഗളംകാരാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില്. അപ്പോഴാണ് ഞാൻ ഇതെന്താ ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ട്, കാര്യം എന്റെ ഒരു പിക്കും നവാസ്കാരുടെ ഒരു പിക്കും അങ്ങനെയല്ല. അത് എല്ലാ വീക്കിലും ഇറങ്ങുന്നുണ്ട്, ഓരോ നടനെയും നടിയും വെച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അവരാണ് തോന്നണോ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു മാച്ച് ഉണ്ടാക്കിയത്. ഞാനിത് പറയാൻ കാരണം വെച്ചാല് എന്റെ മുടി നോക്കിയിട്ടൊക്കെ പലവരും ഫ്രണ്ട്സും ആരൊക്കെ പറയും, നീ എന്ത് വിഗാണോ വെച്ചേക്കണത്, നിനക്കിനെ പിടിച്ചു നോക്കിയിട്ടൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ചീകി വെച്ചിരുന്ന സ്റ്റൈലൊക്കെ വെച്ച് ചോദിക്കുന്നതാണ്. ആ സ്റ്റൈൽ ഇപ്പോഴും പണ്ടുള്ള. പക്ഷെ എന്റെ തുടക്കം ആ സമയം എന്ന് പറയണത്, എന്റെ സുഹൃത്ത് പറയും, എന്താ നിന്റെ മുടി ഇങ്ങനെ പൂച്ചയ്ക്ക് ദേഷ്യം വന്ന പോലെ ഇരിക്കണത്. അപ്പൊ ഇത് ഇങ്ങനെ നിൽക്കും. അത് നമ്മൾ എങ്ങനെ ചീകി വെച്ചാലും മുടി മുള്ളു പോലെയാണ് നിൽക്കുക. അപ്പൊ എനിക്ക് എന്നെ തന്നെ കാണുമ്പോ ഭ്രാന്താ. നമ്മൾ കണ്ണാടി നോക്കുമ്പോ എങ്ങനെ ചീകി വെച്ചാലും പ്രശ്നമാണ്. കുറെയൊക്കെ നമ്മളൊരു ആഗ്രഹിക്കുമല്ലോ മുടി എങ്ങനെ ഇരിക്കണം. ആ സമയത്തെ കാര്യം ഞാൻ പറയണത്. ആ സമയത്താണ് വരുന്ന സുന്ദരിയും സുന്ദരനും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഒരുപാട് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് കാണുന്നത്. അന്നേരം പക്ഷെ അന്നേരം ഈ ഒരു ഇൻസിഡന്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നവാസ്കാക്ക് അത് ആ ഒരു സംഭവം ഓർമ്മയുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഞാനത് മറന്നുപോയി. അപ്പൊ ആ ഷോ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരാള് ഒരു കഥയും കൊണ്ടുവരുന്ന AR കാസിം എന്ന് പറഞ്ഞ അദ്ദേഹം, പിന്നെ ആലപ്പുഴയിലെ 2 പ്രൊഡ്യൂസേഴ്സാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള. അപ്പൊ നമ്മളിങ്ങനെ തമാശ പടങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ടൈമില്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വളരെ ഡിഫറെന്റ് ആയിട്ട് തോന്നിയ ഒരു കഥയാണ്. അത് കലവൂർ രവികുമാറിന്റെ ഫസ്റ്റ് സ്ക്രിപ്റ്റാണ്. പടത്തിന്റെ പേര് നീലാകാശം നിറയും. ഫുൾ കോമഡി ചെയ്തത്. അപ്പൊ പറഞ്ഞു അങ്ങനെ മുരളിച്ചേട്ടനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ രഹന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാസ്റ്റിംഗ്. അപ്പൊ കാസ്റ്റിംഗ് ഒക്കെ നല്ല ഇതായിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്ത് ആപ്റ്റ് ആകുന്ന ടെൻഷനാണെന്ന് എനിക്കുണ്ടായിരുന്നത്. അപ്പൊ പക്ഷെ ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഇത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മളൊന്നും ഒട്ടും സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് ഇതൊരു ബിസിനസ്, നിങ്ങളൊരു ഇത് പ്രതീക്ഷിച്ചിട്ട് ഇതിനെ നിൽക്കരുത്. കാരണം ഒരിക്കലും അത് വർക്കൗട്ട് ആണെന്ന് തോന്നല്ല എന്നൊക്കെ നമ്മൾ നമ്മുടെ കാര്യം പറയില്ല. ഞങ്ങൾക്ക് നന്മയുള്ളൊരു സിനിമ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് അവർ വന്നു. ആ സിനിമ നന്മയുള്ളതായിരുന്നു. ഇതൊന്നും സംഭവിച്ചില്ല. ആകെ നടന്ന് ഞങ്ങളുടെ കല്യാണം. ആ സിനിമയുടെ സമയത്തായിരുന്നോ? അല്ല, അത് നടന്നതെന്ന് വെച്ചാൽ അത് അതുകൊണ്ട് പറഞ്ഞല്ല. ആ സെറ്റില് എന്റെ ബ്രദർ ഉണ്ടായിരുന്നു, നിയാസ്. അപ്പൊ നമ്മൾ ഈ പ്രപ്പോസലൊക്കെ നടക്കുന്ന ഒരു ടൈമായിരുന്നു. കാരണം വെച്ചാൽ ഞാനിപ്പോ എറണാകുളത്ത് സെറ്റിലാണ്. നേരത്തെ തന്നെ വന്ന് ഉമ്മയുടെ ഇവിടെ എറണാകുളമാണ്. അപ്പൊ എന്റെ പ്രോഗ്രാമോ കാര്യങ്ങളോ സംഭവിച്ച് ഒക്കെ അപ്പൊ അപ്പൊ ഉമ്മയൊക്കെ അവിടുന്ന് പ്രത്യേകം പറഞ്ഞ് ഇതാക്കി ഒക്കെ ഇവിടെ നമ്മള് തറവാട് ഇവിടെ ആയിരുന്നു. അതിനുള്ള ഭയങ്കര കെയറിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോ അതും ഈ പറഞ്ഞ പോലെ തന്നെ കലാഭവനിലേക്ക് വന്ന് ഒക്കെ നമ്മളെ റൂട്ടൊക്കെ മാറി പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കലാഭവനിൽ നമ്മൾ എത്തുന്നതും. KS പ്രസാദ് അദ്ദേഹം എന്നാണ് നമ്മളെ അതിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ സജീവമായിട്ട് എറണാകുളം തന്നെ ബേസ് ചെയ്ത് അങ്ങനെ പോവാം. അപ്പൊ പിന്നെ നമുക്ക് ഇവിടുന്ന് മാറാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല.
അപ്പോൾ വിവാഹം ഇങ്ങനെ ആലോചിക്കുന്ന സമയങ്ങള് അപ്പൊ നിയാസ് കുറേ ദിവസം നമ്മുടെ ഈ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡിസ്കഷനിലാണ് ഇങ്ങനെ നമുക്കിങ്ങനെ അപ്പൊ രഹനയുടെ ഫാദർ ഡ്രാമ ആർട്ടിസ്റ്റ് ആണ്. അദ്ദേഹം ഇപ്പൊ ഒരു 10-45 വർഷമായിട്ട് സജീവമായി നിൽക്കുന്നു. ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രൂപ്പില്. ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്ന അതിന് ലീഡിങ് റോള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേളി എന്ന ട്രൂപ്പില് പാട്ടുപെട്ടി എന്ന് പറഞ്ഞ നാടാണ് അവർ ഈ വർഷത്തെ. കൊച്ചിൻ ഹസനാർ സഹീർ അലിയുടെ അദ്ദേഹമാണ് അതിന്റെ രചനയും സംവിധാനമൊക്കെ. അപ്പോ അതിനകത്ത് 2 മാസം മുൻപ് നടന്ന നാടകോത്സവത്തിൽ അദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരി, നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു കലാകുടുംബം, പിന്നെ നാടകത്തെയും സിനിമയൊക്കെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകൾ. അപ്പൊ ഇതൊക്കെ നിയാസ് കുറച്ച് ദിവസം കൊണ്ടൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ ഒരു ചെറിയ സൂചന പിന്നീട് നമ്മളായിട്ട് അങ്ങനെ സംസാരിച്ചു, വീട്ടിലങ്ങനെ സംസാരിച്ചു. അപ്പൊ ഇവര് ആ വഴിയിലൂടെ അന്വേഷണം നടത്തി, നമ്മളായിട്ട് സംസാരിച്ചതല്ല. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ ഒരു സിസ്റ്റർ ഉണ്ട്, സ്വപ്ന. അപ്പൊ അയാളുടെ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല, കാരണം ഇവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നുള്ള സംഭവം ഒരു കിട്ടി. അങ്ങനെ പിന്നെ ഒരു 2 വർഷത്തിന് ശേഷമാണ് നമ്മുടെ വിവാഹമൊക്കെ നടക്കുന്നത്. ഒരു അറേഞ്ച്ഡ് ലവ് മാരേജ് എന്നൊക്കെ പറയാം. അങ്ങനെ ആവാം. പുള്ളിക്ക് നിയാസും ബ്രദറിനും അതുപോലെ സിനിമാ മംഗളംകാർക്കാണ് ഇത് നിങ്ങൾ ജോഡികളാണെന്ന് ഫസ്റ്റ് തോന്നിയെന്ന് തോന്നുന്നു. സിനിമാ മംഗളം ഭയങ്കര കാര്യം. അത് നമ്മളൊന്നും ഇങ്ങനെ ഒരു സംഭവം വന്നു, അത് കോമൺ ആണ്, എല്ലാ ആർട്ടിസ്റ്റിന്റെയും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനങ്ങനെ വിട്ടോളൂ. പക്ഷെ നമ്മള് ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് നമ്മൾ ചിന്തിക്കുന്നത്. എന്നിട്ട് നവാസ്ക്ക് പറഞ്ഞ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല ആ ഒരു ഇൻസിഡന്റ്. ചിലപ്പോ എന്റെ അടുത്ത് ഉണ്ടാവുമായിരിക്കും, എന്റെ മാഗസിൻസ് ഒക്കെ എന്റെ ഉമ്മി എടുത്ത് വെക്കാറുണ്ട്, അപ്പൊ ഉണ്ടാവുമായിരിക്കും. അപ്പൊ നവാസ്ക ഈ ഫോട്ടോയുടെ കൂടെ എന്റെ ഫോട്ടോ വന്നതിന്റെ പ്രശ്നമാണ് എനിക്ക്. വേറെ ഏതെങ്കിലും ഫോട്ടോ ആണെങ്കിൽ കുഴപ്പമുണ്ടാവും. അല്ല, അപ്പൊ പക്ഷെ ഞാനത് അങ്ങനെ കണ്ടു. ഇപ്പൊ എല്ലാ വീക്കിലും വരുന്നുണ്ട് ഓരോ സുന്ദരനും സുന്ദരി എന്ന് പറഞ്ഞ് ഓരോ ആർട്ടിസ്റ്റിന്റെ വരുന്നുണ്ട്. ഞാൻ അത്രേ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഇത് കഴിഞ്ഞപ്പോ നവാസ്ക ഇങ്ങനെ പറഞ്ഞു, അപ്പോഴാണ് ഞാൻ അത് ഓർക്കുമ്പോ ശരിയാണല്ലോ എന്ന്. പക്ഷെ അത് ഞാൻ വന്ന സമയത്താണ്, ലേലം കഴിഞ്ഞ് കാരുണ്യം ഉടനെ അടുത്തടുത്ത് ചെയ്ത മൂവിയാണ്. അപ്പൊ വന്ന സമയത്ത് തന്നെ അവര് ആ ഇത് മാച്ച് ചെയ്തു എന്നുള്ളതാ. അത് പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴാണ് നവാസ്ക അത് പറയണേ. അപ്പൊ എനിക്കത് ഭയങ്കര സർപ്രൈസ് ആയി, അവര് ഇത് എങ്ങനെ മാച്ച് ചെയ്തു. അത് നമുക്കൊരു പരിചയം ചിന്തിക്കാതെ ചില കാര്യങ്ങൾ ഒരു വർക്കില് പോലും ഇല്ല നമ്മൾ കണക്ട് ചെയ്യാന്ന് പറയാം. ആ സമയത്ത് നിങ്ങൾ സ്റ്റേജ് പ്രോഗ്രാംസ് ഒന്നുമില്ല, പരിചയമില്ല, നേരിട്ട് കാണാത്ത ഇങ്ങനെ വന്ന് മാച്ച് ചെയ്ത് പോയി നമ്മളും ഓർത്തിട്ടില്ല. പക്ഷെ നവാസ്കാക്ക് മനസ്സിലങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഫോട്ടോ വന്നത് ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഓർമ്മ പോലും ഇല്ല. ഇതിപ്പോ അന്ന് തന്നെ പ്രപ്പോസൽ വന്ന പോലെ ആയിപ്പോയത്. ഈ 2 വർഷം പ്രണയിക്കാനുള്ള 2 വർഷം അല്ലെ? ഈ 2 വർഷം, അതായത് പ്രണയിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മനസ്സിലാക്കാനുള്ള, ഞാൻ അങ്ങനെ അതിനെ കാണുന്നത്. കാരണം വെച്ചാൽ നമ്മള് ചിലത് കുറെ നല്ലതാണ്, പക്ഷെ ചില എടുത്തുചാട്ടങ്ങളും കൂടുതൽ സമയം കൊടുക്കുന്നത് ചിലപ്പോൾ അബദ്ധങ്ങളും സംഭവിക്കാം. ആ ഒരു റിലേഷൻ തന്നെ കട്ടായി പോകുന്ന അവസ്ഥയിലേക്കും വരാം. പക്ഷെ വിവാഹത്തിന് ശേഷം കുറേ കാര്യങ്ങളും അറിഞ്ഞും അറിയാതെയും ഒക്കെ പഠിച്ചും മനസ്സിലാക്കി വരുമ്പോൾ ഈ തട്ടലും ഉരസലും സംഭവങ്ങളും തിരിച്ചറിവില്ലായ്മകളും പക്വതയില്ലാത്ത കാര്യങ്ങളും ഇതൊക്കെ പലപ്പോഴും സ്വാഭാവികമാണ്. കാരണം ഒരു എക്സ്പീരിയൻസ് ചെയ്യല്ലേ നമ്മൾ. ഇതൊന്നും പഠിച്ച് ഒരു കാര്യം കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് നമ്മൾ വരികയല്ലോ. വിവാഹം എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും ഒരേ ടൈമിൽ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. 2 കുടുംബങ്ങൾ, 2 വ്യക്തികൾ ഒന്നാകുന്നതാണ്. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം സർവേശ്വരൻ നമുക്ക് ഒരുമിച്ച് തന്ന് അതിലേക്കൊരു ടൈമുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെയും അറിയാൻ, നമ്മളെ ചുറ്റുമുള്ളവരെ പഠിക്കാനും നടക്കുന്ന സംഭവങ്ങളെ മനസ്സിലാക്കുവാനും നമ്മുടെ ലൈഫിന്റെ മാറ്റങ്ങൾ അറിയാനൊക്കെ വരുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറയണത് വ്യക്തികള് കുടുംബങ്ങളൊക്കെ നമുക്ക് മാറി നിന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ആ സമയത്ത് രഹനയിൽ കണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്താണ്? രഹനയിൽ കണ്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ രഹന ഇപ്പൊ നമ്മളിപ്പോ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും നല്ലവനാകാൻ ശ്രമിക്കുമായിരിക്കും, രഹന ഏറ്റവും നല്ലവളായിട്ട് ശ്രമിക്കും, അതാണ് ഉദ്ദേശിച്ചത്. അല്ല, ഈ 2 വർഷം ഞങ്ങളൊരു വളരെ ഓപ്പൺ ആയിരുന്നു സംസാരിക്കുന്ന കാര്യത്തില്. ഇപ്പൊ നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്ത് പോകുന്ന ആളുകളായിരുന്നു ഞങ്ങള്. അല്ലെങ്കിൽ ഈ വിവാഹം വരെ
അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ഭയങ്കര ലോകത്ത് കാണാത്ത രണ്ട് വ്യക്തികളായിട്ടുള്ള ഭംഗിവാക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡ്രീമിങ് ഉണ്ടാകുന്നില്ല. സാധാരണ എല്ലാവരും പറയും കണ്ണില്ല എന്ന് പറയില്ല, പക്ഷെ അതെന്ത് കാര്യം വെച്ചാൽ നമ്മളൊക്കെ കുടുംബം എന്ന് പറയുന്നതിലേക്ക് നമ്മളൊക്കെ ഒരു പ്രായമായപ്പോ തന്നെ കുടുംബത്തെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കേണ്ട ആ ഒരു പ്രായം കൊണ്ടല്ലെങ്കിലും ആ ഒരു പക്വതയിലേക്ക് നമ്മൾ എത്തി. ആ സമയത്ത് എത്തേണ്ട സാഹചര്യമായിരുന്നു. അപ്പൊ നമ്മൾ കൂടുതലും നമ്മുടെ ആയിട്ടുള്ള വിഷയങ്ങളായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. സാധാരണ എല്ലാവരും പ്രപ്പോസ് ചെയ്യുമ്പോ പറയുന്ന കാര്യമല്ല നവാസ്ക എനിക്ക് സംസാരിച്ചു ഓക്കെ അല്ല അങ്ങനെയല്ല ഓക്കെ എന്ന് നമ്മളെ വീട്ടുകാർ ഓക്കെ പറഞ്ഞപ്പോഴും നവാസ്ക എനിക്ക് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഓക്കെ പറഞ്ഞേ. കാര്യം അപ്പൊ നവാസ്ക എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഫാമിലി ഉണ്ട്, വാപ്പ മരിച്ചുപോയി, അപ്പൊ ഞാനാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ, അപ്പോൾ എനിക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ നവാസ്ക അന്ന് എനിക്ക് 23 അത്രയ്ക്ക് ഏജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ അതാണ് എനിക്ക് പ്ലസ് ആയിട്ട് തോന്നിയത്. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അതുണ്ട് എനിക്കിതുണ്ടെന്ന് പറയണതിനേക്കാളും എനിക്കൊരു കുടുംബമുണ്ട്, അപ്പോൾ അതിലൊരാളായിട്ട് കൂടാമോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അല്ലാതെ നമ്മളുടെ അങ്ങനെയല്ല എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നോക്കുന്ന ഒരാൾ എന്നെ കൂടി നന്നായി നോക്കും. അതാണ് എനിക്ക് കിട്ടിയ ഒരു ഉറപ്പ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയ സമയത്ത്. സാധാരണ ഒരു അഫെയർ അല്ല, നമുക്കിങ്ങനെ ഒരാൾ പ്രപ്പോസ് ചെയ്തു, ഇനി അത് എന്തൊക്കെയാവും അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ നവാസ്ക അങ്ങനെ തുറന്ന് സംസാരിച്ചപ്പോ എനിക്ക് ആ ടെൻഷൻ പോയി. കാര്യം എനിക്ക് അറിയാം ഈ ആൾ എന്താന്ന്. അത് നവാസ്ക ഏറ്റവും സെറ്റ് ജനിച്ചു തുടങ്ങി അന്ന് വരെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു. എന്നിട്ടാണ് ഇനി തീരുമാനിച്ചിട്ട് മതി ആലോചിച്ചിട്ട് യെസ് ഓർ നോ പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു സമയമുണ്ടല്ലോ, ഇപ്പോൾ ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ഒരു ലോകം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നമ്മുടേതായിട്ടുള്ള സന്തോഷം, നമ്മുടേതായിട്ടുള്ള സുഖങ്ങളും നമ്മുടെ ആയിട്ടുള്ള സ്വപ്നങ്ങളും മാത്രം. അവിടെ ആരും ഉണ്ടാവില്ല. ഈവൻ ഒരു കുടുംബത്തിനകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരും വേറെ ഒന്നുമില്ല. ആ സമയം വരെ എന്ന് പറഞ്ഞാൽ ആ ഒരു ലോകത്ത് മാത്രം. അങ്ങനെ ആവുമ്പോഴാണ് അങ്ങനെ ആകുന്നത്. പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആയിട്ട് പിന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതും. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ഒരു ദിവസം, ഈ ഒരു ദിനത്തിന് ഒരു പ്രത്യേക പേര് ഇട്ടിട്ടുണ്ടല്ലോ, വാലന്റൈൻസ് ഡേ. അപ്പൊ ഞാൻ പറയുന്നത് അപ്പോഴും ഇപ്പോഴും ഇതൊക്കെ ഈ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി 2 വർഷം 1 വർഷം കാത്തിരിക്കുന്നവരുണ്ടാവും. അവരൊക്കെ ചിന്തിക്കുന്നത് മറ്റുള്ള കാര്യങ്ങൾക്ക് സമയം കൊടുക്കാതെ നമ്മളെന്താന്നുള്ള പച്ചയായി ഓപ്പണായിട്ട് പറയാം. പക്ഷെ സത്യം പറഞ്ഞ 1 അവറോളം നവാസ്കയുടെ ജേണി മൊത്തം പറഞ്ഞു. കാരണം ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ വഴി ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ആ സമയത്ത് ഓർമ്മ വന്നത് ഏത് പടത്തിലെ സന്ദേശമാണോ, ശ്രീനിവാസൻ സാറ് പെണ്ണ് കാണാൻ പോയിട്ട് പറയില്ലേ, നിങ്ങൾ അത് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ്. 1 അവർ അത്രയും കാര്യം ഓപ്പൺ ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ആൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, അങ്ങനത്തെയൊക്കെ ടെൻഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ. പക്ഷെ ഈ ആൾ ഇത്രയേ ഉള്ളൂ, പേടിക്കേണ്ട ഒരാളല്ല എന്നുള്ളത് നമുക്കന്ന് മനസ്സിലായി. പക്ഷെ അത് തന്നെ ആയിരിക്കാം പിന്നീട് എനിക്ക് കിട്ടിയതെല്ലാം ഭയങ്കര പോസിറ്റീവ്. കാര്യം നമ്മളൊന്നും പ്രതീക്ഷിക്കാതെയാണ്, കാര്യം അത് പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞു തന്നെയാണ് ക്ഷണിച്ചതും മൂവ് ചെയ്തതും. ആ സമയത്ത് ഈ പരിചയപ്പെട്ടതിന് ശേഷം 2 വർഷത്തെ ഒരു ഗ്യാപ്പ് പറഞ്ഞു. അപ്പം ആ സമയത്ത് പ്രണയാതുരമായ 2 മനസ്സുകൾ വാലന്റൈൻസ് ഡേ ഒക്കെ ആഘോഷിക്കാറുണ്ട്. ഈ ദിവസമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഓർത്തിരിക്കണം, അങ്ങനെ നമ്മൾ നെട്ടോട്ട് ഓടുന്ന സമയങ്ങളാണ്. അങ്ങനെയല്ല, പക്ഷെ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു ദിവസം നമ്മളിൽ ഉണ്ടാവും. അല്ലെങ്കിൽ ശേഷം വിവാഹ വാർഷികം എന്ന് പറയുന്നതൊക്കെ നമ്മൾ എപ്പോഴും നോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരാളൊരു പിറന്നാൾ ദിവസം എന്ന് പറയുന്ന ഒരു സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ അന്നൊന്നും അങ്ങനെ എനിക്ക് അത് ഓർമ്മയില്ല. വിവാഹത്തിന് ശേഷം ഞങ്ങൾ വാർഷികത്തിനൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗൾഫിലൊക്കെ പോയി വരുമ്പോ എന്തെങ്കിലും ഗിഫ്റ്റ് എത്താറുണ്ട്. പാട്ടുകളൊക്കെ പാടി കൊടുക്കാറുണ്ടോ? അത് കുറേ ഉണ്ടായിരുന്നു. പിന്നെ താരാട്ടുപാട്ടൊക്കെ പാടി. ഏത് പാട്ടായിരിക്കും? അങ്ങനെ എന്തെങ്കിലും പാട്ടുകൾ ഓർമ്മയുണ്ടോ? ഞാൻ ഇപ്പൊ അടുത്ത് ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പം യൂട്യൂബിലൊക്കെ നിങ്ങളെല്ലാരും കൂടി മിമിക്രിയിലെ ഷാജോണ്, പ്രചോദ് ഇവരൊക്കെ കൂടിയിട്ട് വൈറലായിട്ടുള്ള രസമുള്ള ഒരു പാട്ടൊക്കെ. നവാസ്ക പഴയ പാട്ടുകൾ എപ്പോഴും പാടാം. എക്സസൈസ് ചെയ്യുമ്പോ പോലും പഴയ പാട്ട് വെച്ചിട്ടാ ചെയ്യാ.
എനിക്ക് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് ഇതാണ്. നീർമിഴിപ്പീലിയിൽ നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ നിന്നു, കണ്ണുനീർ തുടയ്ക്കാതെ ഒന്നും പറയാതെ നിന്നു ഞാനുമുരഞ്ഞനെ പോലെ വെറുമഞ്ഞനെ പോ. ആ സമയത്ത് എങ്ങനെ ഈ പാട്ടുകൾ അന്നിങ്ങനെ ഫോണിൽ കൂടെയാണോ അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ഫോണിൽ കൂടെ മൊബൈൽ സാധ്യത മൊബൈൽ വന്നിട്ടുണ്ടായിരുന്നു? അല്ല ഈ പാട്ടൊക്കെ എന്ന് പറഞ്ഞാൽ പക്ഷെ നമ്മൾ വിവാഹത്തിന് ശേഷമൊക്കെ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴും അല്ലാതൊക്കെ പാടുന്നതാണ്. അന്ന് മൊബൈൽ നല്ല ബില്ല, നല്ല ചാർജ് വരുന്നോണ്ട് നമ്മൾ ഈ മൊബൈൽ ഈ പാട്ട് പാടാൻ കാര്യങ്ങൾ സംസാരിക്കുന്നല്ലാതെ ഞാൻ അതൊക്കെ നോക്കും. ബില്ലിന്റെ കൺട്രോളൊക്കെ നമ്മൾ നോക്കുന്നതുകൊണ്ട് പിന്നെ അങ്ങനെ അത്ര പ്രണയമൊന്നുമില്ല. കൺട്രോൾഡ് പ്രണയമാണ്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഇപ്പം ഈ ആൽബത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത്രത്തോളം പ്രണയത്തെ കുറിച്ചിട്ടും വാലന്റൈൻസ് ഡേ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പം അതുപോലെ മറ്റൊരു സന്തോഷം ഈഴ എന്നുള്ള സിനിമയാണ് ഈ അടുത്ത കഴിഞ്ഞ ആഴ്ച. ഈഴയാണ് നമ്മുടെ ലൈഫിലെ ഒരു ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന്. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്റെ പുറകിൽ. കാരണം ഞങ്ങൾക്ക് സന്തോഷിക്കാൻ, ഞങ്ങൾക്ക് അഭിമാനിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. അതില് പ്രത്യേകം ആ സിനിമ നമ്മളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ അത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ അത് യാഥാർത്ഥ്യമാക്കിയതിന്റെ പുറകിൽ ഒരു വലിയ ആളുണ്ട്. അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തെയാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ടത്. സലീം മുതുവമ്മൽ, അദ്ദേഹമാണ് അതിന്റെ പ്രൊഡ്യൂസർ. കാരണം കാശുണ്ടെങ്കിലേ സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിനെ കണക്ട് ചെയ്ത് അതിന്റെ കൂടെ നിന്ന ഒരാളും കൂടി ഉണ്ട്, സന്തോഷ് ഗിവർ എന്ന് പറയുന്നത്. അദ്ദേഹം നമുക്ക് മറക്കാൻ കഴിയാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ നിറഞ്ഞ മനസ്സോടെ, കാരണം ഈഴ എന്ന് പറയുന്നത് ഒരു കമേഴ്ഷ്യൽ പർപ്പസിൽ നമ്മളൊരു ബിസിനസ്സിന് വേണ്ടി ചെയ്ത പടമല്ല. അത് ഈ ഇന്നത്തെ ഈ എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതും അല്ലെങ്കിൽ എല്ലാ കുടുംബങ്ങളിലും നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന സമകാലിക വിഷയങ്ങൾ. അത് മാത്രമല്ല, കുടുംബത്തിനകത്തുള്ള വ്യക്തികളൊക്കെ തന്നെ നമ്മൾ സ്ഥിരം കാണുകയും അറിയുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള പല സംഭവങ്ങളും, ഒപ്പം തന്നെ എന്താണ് ഒരു വീടിനകത്തുള്ള സ്ത്രീകളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ നമ്മളതിനൊക്കെ കാണിക്കുന്ന, അതല്ലെങ്കിൽ നമ്മളൊരു സാധാരണ ഒരു കുടുംബത്തിലൂടെ പറഞ്ഞു പോയിട്ടുള്ള കുറെ വിഷയങ്ങൾ. അത് ഒരു കാര്യത്തിനെ ഫോക്കസ് ചെയ്തിട്ടല്ല. ഇപ്പൊ നമുക്ക് കാണുമ്പോൾ ഇപ്പൊ സത്യേട്ടന്റെ പടം, നമ്മൾ സത്യൻ സാറിന്റെ പടം നമ്മൾ കാണുമ്പോൾ, സത്യാന്തികാടിന്റെ പടം നമ്മൾ കാണുമ്പോൾ കുറേ വിഷയങ്ങളെ നമുക്ക് കണക്ട് ചെയ്ത് തരും. വളരെ രസകരമായിട്ടായിരിക്കും, സരസമായിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ അങ്ങനെ റൂട്ട് അല്ലെങ്കിൽ പോലും നമ്മൾ കാണുന്ന നമ്മുടെ കുടുംബത്തിനകത്തുള്ള കുറെ ചെറിയ ചെറിയ സംഭവങ്ങളും തമാശകളും ഒക്കെ കണക്ട് ചെയ്ത് വരുന്നതാണ് ഈഴ. രഹനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഒരു ക്യാരക്ടറെ കുറിച്ചോ അല്ലെങ്കിൽ ഇനി ഒരു സംഭവത്തെ കുറിച്ചോ എന്ന് പറയുമ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും, ഞാൻ അങ്ങനെ ഒരു സിനിമ ഒന്നും ഇനി എൻ്റെ മനസ്സിലില്ല. പക്ഷെ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ചോദ്യം വരരുത്, എന്തിനാണ് ഈ സിനിമ ചെയ്യുന്ന ചോദ്യം വരും. അപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹം എനിക്കില്ല. സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതല്ലെങ്കിൽ മക്കളെ ഞാൻ മാറ്റി നിർത്തി കുറച്ച് ദിവസം അതിനു വേണ്ടി എൻ്റെ ഒരു സമയം ഞാൻ മാറ്റി വെക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു വില ഉണ്ടാവണം, അല്ലെങ്കിൽ ആ ഒരു കാരണം ഉണ്ടാവണം. അത് ആ സിനിമയിലുണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തുവന്ന ഒരു ക്യാരക്ടറാണ് രേനയ്ക്ക്, സുമയ്യ എന്ന് പറയുന്ന ക്യാരക്ടർ. ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ്. അപ്പൊ അത് അവരാദ്യം വന്നപ്പോൾ പറഞ്ഞു, അങ്ങനെ ഒരു തീരുമാനമൊക്കെ ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ ആ കാര്യം സംസാരിച്ചു, ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് നമുക്ക് കാണിച്ചു തന്നു. സിറാജ് റസയാണ് ഇതിന്റെ കഥയും തിരക്കഥയും സംവിധാനവും, ഒപ്പം പിന്നെ ഇതിന്റെ സംഗീതം ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ്. അപ്പൊ സിറാജ് അത്യാവശ്യം നല്ല കലാകാരൻ. സിറാജ് ഒരു ആക്ടറും കൂടിയാണ്, ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒരു കൂട്ടുകെട്ടുണ്ട്, ബിൻഷാദ് എഡിറ്റിംഗ് ചെയ്യുന്ന, പിന്നെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ശ്യാം. ഇവരുടെ ഒരു ടീമുണ്ട് ഇതിന്റെ പുറകില്. നല്ല അത്യാവശ്യം സെൻസിബിൾ ആയിട്ടുള്ള ആളുകളാണ് അവര്. അപ്പൊ അവര് സംസാരിച്ച് വന്നപ്പോ തന്നെ നമുക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് എന്താന്ന് മനസ്സിലായി. പിന്നെ നമുക്കൊക്കെ വല്ലപ്പോഴും എല്ലാ ആർട്ടിസ്റ്റുകളും, ഞാൻ മാത്രമല്ല എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നല്ല സിനിമ ചെയ്യണം, നല്ല കഥയിൽ ഭാഗമാകണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ഒത്തു വന്നു, നമ്മളത് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? കാരണം കുറെ കാലത്തിന് ശേഷം തിരിച്ചു വരികയാണ്, മാത്രമല്ല പുള്ളിയും കൂടെ ഉണ്ട്. എന്തായിരുന്നു ആ എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ കുറെ നാളുകൾക്ക് ശേഷം വരുന്നോണ്ട് തന്നെ വളരെ സൂക്ഷിച്ചിട്ടാണ് ഞാനത്
എടുത്തത് തന്നെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ ഇല്ല. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പെർഫോം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകൾ എൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഷോപ്പിങ്ങിനും ആളുകളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും പറയും. അപ്പോൾ ഇത്രയും ഗ്യാപ്പായിട്ടും അവര് എന്നെ മറന്നിട്ടില്ലല്ലോ. അപ്പോൾ അവര് പറയും ഒരുപാട് ഞങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ട് എന്ന് അവര് പലപ്പോഴും എൻ്റെ അടുത്ത് വന്ന് പറയും. അവര് പക്ഷെ വന്ന് പറയുമ്പോ എൻ്റെ ഉള്ളിലൊരു കണ്ണുനീര് വീഴാറുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഞാൻ ഏകദേശം ഒരു 4-5 years വർക്ക് ചെയ്തിട്ടാണ് ഞാൻ അവരെ കരയിപ്പിച്ചത്. പക്ഷെ ഇവരിത് വന്ന് പറയുമ്പോ എനിക്ക് സന്തോഷം കൊണ്ട് കരച്ചു വരാറുണ്ട്. ഇത്രയും വർഷം അല്ല, ഞാൻ കരയിപ്പിച്ചതിനേക്കാൾ കൂടുതൽ അവരെന്നെ കരയിപ്പിച്ചു ഇത്രയും വർഷം കൊണ്ട്. കാര്യം അത്രയും അവരത്രയും മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ ഇത്ര വർഷമായിട്ട് അതിനിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് മാസ്ക് വെച്ച് പോയാൽ പോലും കണ്ണ് കണ്ടിട്ടൊക്കെ പലവരും ഞാൻ കണ്ടിട്ടുള്ളതാണത്. നമ്മൾ ഇതിനകത്തൊരു ഭംഗിയതായിട്ട് പറയണതല്ല. പലവരും പറഞ്ഞൊരു ആർട്ടിസ്റ്റ് അല്ലേ നോക്കിയപ്പോ അതേന്ന് പറയുമ്പോ രഹനയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവര് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടുക. അപ്പൊ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അവർക്ക് പെട്ടെന്ന് അവരുടെ മെമ്മറിയിൽ ഉണ്ട് ആ മുഖം. അപ്പൊ അതാ ഇഷ്ടപ്പെടുന്നോണ്ടാണല്ലോ. അപ്പൊ എന്നെ സംബന്ധിച്ച സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് പൊതുവെ എന്റെ വർക്കൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അവർക്ക് ഈ കോമഡി ഒക്കെ ഇഷ്ടം. അപ്പൊ നവാസ്കാരുടെ മിക്കവാറും കാണാം. എന്റെ മൂവി വെച്ചു കൊടുത്താലും അവർക്ക് കരയാൻ വയ്യാണ്ട് മാറ്റും. അപ്പൊ എന്നെ ഒട്ടും അറിയില്ല അവർക്ക്. അപ്പൊ ഈ പുറത്തു പോകുമ്പോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ വരുമ്പോ ഉമ്മച്ചി അതെന്താ ഉമ്മച്ചി ഇത്ര അറിയോ, ഉമ്മച്ചി ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ വന്ന് പിള്ളേര് കിട്ടിയ ഏറ്റവും നല്ലൊരു അഭിനന്ദനം എന്തായിരിക്കും ഈ സിനിമ കണ്ടതിന് ശേഷം? സിനിമ കണ്ടത് എനിക്ക് തോന്നുന്നത് രഹനയുടെ സംഭവം പറയുന്നത്, രഹന ഇപ്പൊ ഇത്രയും വർഷം മാറി നിന്നതായിട്ടുള്ള ഒരു പോയിന്റിൽ പോലും ഒരു ഷോട്ടിൽ പോലും ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല എന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് പലരും പറഞ്ഞാണ്. കാരണം അത്രയും ടാലന്റ് ആണെന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, രഹന നിരാശയായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സാഡായിട്ടുള്ള പല ക്യാരക്ടറൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കുറച്ച് ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. സുമയ്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത്യാവശ്യം പ്രതികരിക്കുകയും എന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി സംസാരിച്ച് പോകുന്നൊരു കഥാപാത്രമാണ്. അപ്പോൾ രേനയ്ക്ക് കിട്ടിയ ഒരു വലിയ ഒരു ചേഞ്ചുള്ള സംഭവമാണ്. എന്നെ സംബന്ധിച്ച് ഒന്നിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ തമാശകൾ പിന്നെ കണക്ട് ചെയ്ത് സീരീസ്. ഇപ്പം ഞാൻ ഇപ്പോൾ അടുപ്പിച്ച് കുറച്ച് സീരീസ് ക്യാരക്ടറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പിന്നെ രോഹിത്തിൻ്റെ പടം കള ഡയറക്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പുതിയ പടം ടിക്കറ്റാക്കാം. അതിനകത്ത് പോലീസ് ഓഫീസറായിട്ടാണ്. നല്ല ക്യാരക്ടറാണത്. പിന്നെ നിഷാദ് പടം ചെയ്തു നമ്മൾ നല്ല സീരിയസ് ക്യാരക്ടറാണ്. ഇനിയിപ്പോൾ ഇത് വരാൻ പോകുന്ന ധ്യാൻ്റെ ഒരു വേറെ പടം നമ്മൾ ചെയ്യുന്നത്. 2 പടം ഞാൻ ധ്യാനായിട്ട് ഇപ്പോൾ ചെയ്തതാണ്. അതിലൊന്ന് പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ പടം. അത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ, സീരിയസ് റോളിലേക്ക് അല്ല ഞാൻ പറഞ്ഞ ചില സ്വാഭാവികമാണല്ലോ, നമ്മളൊരു ടൈം കഴിയുമ്പോൾ വരുന്ന സംഭവമാണ്. പക്ഷേ എൻ്റെ ഡിഫറൻ്റ് ആണ് ഈ ഇഴയിലെ ഷൗക്കത്ത് എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ ക്യാരക്ടറിന് വേണ്ടി തന്നെ 10 കിലോ ഞാൻ വെയിറ്റ് കുറച്ചിരുന്നു. മൊത്തത്തിൽ രൂപമൊക്കെ മാറി. അപ്പൊ എന്റെ സുഹൃത്ത് സിനിമ കണ്ടിട്ട് വന്നു. അവൻ ഭയങ്കരമായിട്ടൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തു, സംസാരിച്ചു. എടാ നിനക്കൊക്കെ നല്ല പ്രായമുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നീയൊക്കെ ഈ ജഡ്ജ് ചെയ്യാനിരിക്കുമ്പോഴും മറ്റുള്ള ചാനലിരിക്കുമ്പോഴൊക്കെ അത്യാവശ്യം ഭംഗിയും ഗ്ലാമറൊക്കെ നമുക്ക് തോന്നപ്പോ എനിക്കത് പിടുത്തം കിട്ടിയിരുന്നില്ല. പക്ഷെ നിനക്ക് നല്ല പ്രായമുണ്ട്. അപ്പൊ ഞാൻ പറയാം, എടാ എന്റെ മുഖത്ത് മൊത്തം കരി തേച്ചിരിക്കുകയാണ്. ചോക്ലേറ്റിന്റെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഗ്ലാമറാന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ചോക്ലേറ്റിന്റെ കളറില്ലേ ബ്രൗൺ. അതായത് നമ്മള് ഗൾഫിൽ നിന്ന് ഒരു ശിക്ഷ കഴിഞ്ഞ് വരുന്ന ക്യാരക്ടറാ. അപ്പൊ എന്റെ മുമ്പുള്ള ഒരു വണ്ണവും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞ് നന്നായി തിന്ന് വരുന്നവരുത്തനായിട്ട് തോന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് സിറാജ് എന്നെ ഫസ്റ്റ് നിൽക്കുക, വണ്ണം നന്നായിട്ട് കുറയ്ക്കണം. പിന്നെ മൊത്തത്തിൽ ഫേസ് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഓരോ ചേഞ്ചസ് വേണ്ടി വരും. കാരണം അത് അങ്ങനത്തെ ഡള്ളായിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പൊ ഇവര് പറഞ്ഞ പോലെയൊക്കെ നമ്മളത് അവരത്രയും വെൽ പ്ലാൻഡ് ആണ് ആ കാര്യങ്ങളിലൊക്കെ. അപ്പൊ നമ്മളത് വന്ന് അത് ചെയ്തു. അതുകൊണ്ട് ആ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തു. കണ്ടവര് പറഞ്ഞാണ് വന്നപ്പോ അവര് ഓക്കെ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഫസ്റ്റ് ഇവര് ഒരുപാട് നിർബന്ധിച്ചിട്ടാണല്ലോ ഞാൻ പെർഫോം ചെയ്യാൻ വന്നത്. ഫസ്റ്റ് ഡേ ഞാൻ വന്നിറങ്ങിയപ്പോൾ ഞാൻ ആകെ സാഡായിപ്പോയി. കാര്യം എന്താ വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്തത്. അപ്പോൾ ഞാൻ മേക്കപ്പ് ഇത് പഠിച്ചതാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് മേക്കപ്പ് ഇട്ട് വന്നു കഴിഞ്ഞപ്പോൾ ക്യാമറമാനും ഡയറക്ടറും പറഞ്ഞു, നമുക്ക് മേക്കപ്പ് ഒന്ന് എടുത്തിട്ട് ഇത് കേൾക്കാം അതിനെന്താന്ന് പറഞ്ഞു. ഞാൻ ഫുൾ മേക്കപ്പ് എടുത്തിട്ട് ചെന്നു. അപ്പോഴും അവര് മേക്കപ്പ് ഫുൾ എടുത്തോ? എടുത്തു എന്ന് പറഞ്ഞു. എന്ന് പറയുന്നത്. പിന്നെ അവർ രണ്ടുപേരും ഇങ്ങനെ താടിക്ക് എഴുത്തിരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി ഇവർ ഓക്കെ അല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റും. കാര്യം ഇവർ ഉദ്ദേശിച്ച ഒരു സ്ട്രക്ചറേ അല്ല എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സ് മാറി. അപ്പോൾ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ
കുറച്ച് തടിയൊക്കെ തോന്നുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെയാണ് സെലക്ട് ചെയ്തത്. കാരണം ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. അങ്ങനെ ആ ഡ്രസ്സൊക്കെ ചെയ്തു തന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് എൻ്റെ ഫേസ് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ലുക്കൊന്നും കിട്ടണില്ല. അവസാനം ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് നവാസ്കാർക്ക് ഇട്ട് കൊടുക്കണ ഒരു ചോക്ലേറ്റിന്റെ കളർ ഒരു സ്റ്റിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ ഷോട്ട് എടുക്കാൻ പോവാണ്, ഫസ്റ്റ് ഷോട്ട്. അപ്പോഴത്തേക്ക് പുള്ളിക്കാർ വന്നിട്ട് സ്റ്റിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടല്ലോ, ഇങ്ങനെ കുറേ അങ്ങോട്ട് ഇട്ടു. അപ്പം ഞാൻ അയ്യോ ഇതെന്ത്. അപ്പം ഞാൻ പറയും ഞാൻ തിരിച്ചു വരുന്ന ഒരു വരവാണ്. അപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ഇട്ടു തന്ന്. അങ്ങനെ ഞാൻ കൈ കയറി പിടിച്ചു. എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് ഞാൻ ഷോട്ടിൽ ചെന്നിങ്ങനെ നിൽക്കുമ്പോൾ അവര് ഭയങ്കര ഹാപ്പി. അയ്യോ ഞങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൊത്തം ഡള്ളാക്കി. കാരണം വെച്ചാൽ അത് കുറെ വർഷം അത് ഭയങ്കര, നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം വെച്ചാൽ നമ്മുടെ മനസ്സ് തളർന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് എഫക്ട് ചെയ്യും. ഇപ്പം ഇത്രയും വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം സിനിമയിലേക്ക് വരുമ്പം ആ ഒരു ഗ്യാപ്പ്, സിനിമയിലെ ടെക്നിക്സും മറ്റൊക്കെ ഒരുപാട് മാറ്റം വന്നു, അഭിനയിക്കുന്ന രീതി മാറ്റം വന്നു, അല്ലെങ്കിൽ ടെക്നോളജി ഒരുപാട് മാറ്റം വന്നു. അപ്പൊ അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടിയ പോലെ തോന്നി. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ലൈൻ വരച്ചതിൻ്റെ അകത്താണ് പെർഫോമൻസ്. കാര്യം ക്യാമറ മൂവ് ചെയ്യൽ കുറവാണ്, സ്റ്റാൻഡിങ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു പൊസിഷൻ തന്നിട്ടുണ്ടാകും, പിന്നെ ലൈറ്റ് വെച്ചിട്ടുണ്ടാകും. ആ ലൈറ്റ് ഒരാൾക്കുള്ളതാണെങ്കിൽ അത് കവർ ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ മൂക്കുണ്ടല്ലോ, ഇപ്പുറത്ത് നിൽക്കണ ആളെയൊക്കെ കട്ട് ചെയ്യണ ഒരു മൂക്ക. അപ്പൊ ഇപ്പുറത്ത് നിൽക്കണവർക്കൊക്കെ ഇവിടെ ലൈറ്റ് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഇപ്പുറത്ത് നിൽക്കണ ആൾക്കൊന്നും ലൈറ്റ് കിട്ടില്ല. അങ്ങനെ ഞാൻ ലൈറ്റിനെ പറ്റിയും പഠിച്ചു. കാര്യം ഈ മൂക്ക് കാരണം ഞാൻ ലൈറ്റിനെ പറ്റി ഒരുപാട് നമ്മള് മിഡ്, പിന്നെ ക്ലോസപ്പ്, പിന്നെ വൈഡ് ഒക്കെ ഷോട്ടുകൾ എടുക്കുമ്പോ എല്ലാവരും ഫ്രെയിം ഉണ്ടല്ലോ. ഇന്നൊരു ഇത്തിരി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാല് പ്രശ്നം. സജഷൻ എടുക്കുന്ന സമയത്ത് ഒക്കെ, ടു ഷോട്ട് എടുക്കുന്ന സമയത്തൊക്കെ വരുന്ന ഇങ്ങനെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിപ്പോ അതില്ല. ഇപ്പൊ നമ്മളിപ്പോ ഗിംബിൽ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ മൂവ് ചെയ്യാം, ലൈവ് നമ്മുടെ കൂടെ തന്നെ കാര്യങ്ങൾ സഞ്ചരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ രേനെ സംബന്ധിച്ച് കുറച്ചുകൂടി അതാണ് നല്ലത്. നിങ്ങൾ രണ്ടുപേരും പറയുമ്പോൾ ഞാൻ നേരത്തെ മുമ്പ് സംസാരിച്ചിരുന്നു, അതായത് 90s-ലും അല്ലെങ്കിൽ 2000-ലൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഒരുപാട് കോമഡി ചിത്രങ്ങൾ, മുകേഷിന്റെ കൂടെയുള്ള കോമഡി ചിത്രങ്ങൾ, അതിലൊക്കെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. അപ്പോൾ ആ സമയം ഈ സമയം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ആ സമയത്ത് പിന്നെ ഒരുപാട് മഹാരഥന്മാരായ ആൾക്കാരുമായിട്ടുള്ള അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം കുതിരവട്ടം പപ്പുമായിട്ടുള്ള ഒരു ഹിറ്റ്ലർ ബ്രദേഴ്സിലായിരുന്നു. അതിന്റെയൊക്കെ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? അല്ല, അതിന്റെ എന്ന് പറയാം, ഇപ്പൊ നമ്മളതൊന്നും എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് അറിയില്ല. അന്നൊക്കെ എന്ന് പറയാം, അന്നും ഇന്നും നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകളാണ് അവരൊക്കെ, റെസ്പെക്ട് ചെയ്യുന്നവരാണ്. ഇപ്പൊ കുതിരവട്ടം പപ്പു ചേട്ടനും മാളാരവിന്ദൻ ചേട്ടനും ഒക്കെ, ശങ്കരാടി ചേട്ടൻ, അങ്ങനെ തുടങ്ങിയ അത്രയും ജീനസുകളാണ് അവരൊക്കെ. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോ അന്നത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സിനിമയിലേക്ക് വന്ന സമയം കൂടിയല്ലേ. അപ്പൊ ഫസ്റ്റ് പടം ശരിക്കും പറഞ്ഞാൽ ഞാൻ മുഖം കാണിക്കുന്ന പടം ആരും അറിയാത്ത പടമാണ്. വെങ്കലം എന്നുള്ള പടമാണ്, ഭരതൻ സാറിന്. വെങ്കലം ഞാൻ നിയാസു അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ലൊക്കേഷനിൽ പോയ സമയത്ത്, പാപ്പയുടെ അടുത്ത സുഹൃത്താണല്ലോ ഭരതേട്ടൻ. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിൽ വന്നപ്പോൾ ഞങ്ങളുടെ തമാശകളൊക്കെ കണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നടാ അവരെ സംഭവം ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിരുത്തി. അതാണ് ഞാൻ മുഖം കാണിക്കുന്നത്. അതിലേത് റോളായിരുന്നു? അതിനകത്തൊരു നാടക ക്യാമ്പിനകത്ത് ഞാൻ തബലിസ്റ്റായിട്ടൊക്കെ വായിക്കുന്നത്. എന്തൊരു ചെറിയ ഡയലോഗൊക്കെ ഉണ്ട്. അപ്പൊ അത് ഒരു വലിയ എന്താ പറയാ, മഹാരഥനായിട്ടുള്ള ഡയറക്ടറുടെ പടത്തിലാണ് നമ്മൾ അതിൽ മുഖം കാണിക്കുന്നത്. അതൊരനുഗ്രഹം. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇതുപോലെ അവസരം തരുന്നത് റാഫി മെക്കണ്ടാണ്, സാജൻ സാറിന്റെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഒരു ഡയലോഗും മുഖം കാണിച്ച പടങ്ങളാണ്, നമ്മൾ മറക്കാൻ പാടില്ല. കാരണം നമുക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരങ്ങളാണ് അതൊക്കെ. അതിനൊരു പേപ്പർ ബോയ് ആയിട്ട് വരുന്ന. പിന്നെ ഞങ്ങൾക്ക് ഒരു ലീഡിങ് സംഭവം കിട്ടുന്നതാണ് മിമിക്സ് ആക്ഷൻ 500. ഞാനും പിന്നെ നസീർ ഉൾപ്പെടെ ഞങ്ങൾ ഒരുപാട് വലിയ ടീമുള്ള അതിനകത്ത് അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചില സീക്വൻസ് ഒക്കെ നമ്മുടെ രജിസ്റ്റർ ചെയ്ത് ഭയങ്കരമായിട്ട് ക്ലാപ്സ് കിട്ടുകയും ആളുടെ ഇഷ്ടത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. അവിടെ നിന്നാണ് പിന്നെ ആ പടത്തിലൂടെ ഇഷ്ടപ്പെട്ടാണ് പിന്നെ ബാലു ഗിരിയത്ത് സാറ് അദ്ദേഹത്തിന്റെ മായാജാലത്തിലും കളമശ്ശേരി കല്യാണ യോഗത്തിലൊക്കെ ഞാൻ അഭിനയിക്കുന്നത്. അത് ഈ പടത്തിൽ അദ്ദേഹം ഇഷ്ടപ്പെട്ട് അങ്ങനെ പിന്നീട് കണക്ട് ചെയ്തതാണ്. ആ സമയത്തൊക്കെ എന്തായിരിക്കും പ്രായം? കാരണം മായാജാലത്തിൽ ഒരു താടിയൊക്കെ വെച്ചൊരു ഈ പറഞ്ഞ ഇത്രയൊക്കെ ഉള്ളൂ, 22 ഓൾമോസ്റ്റ്. ഞാൻ പറഞ്ഞ ഉദയകൃഷ്ണ സി ബി കെ തോമസ് അവരുടെ പടങ്ങളിലാണ് കൂടുതൽ അന്ന് ചെയ്തത്. ഈ പറഞ്ഞ പല പടങ്ങളും അവരുടെയാണ്. ഇപ്പൊ ഹിറ്റ്ലർ ബ്രദേഴ്സ് ആണെങ്കിലും പിന്നെ മാട്ടുപ്പെട്ടി മച്ചാൻ, മീനാക്ഷി കല്യാണം ഒക്കെ അവരുടെ സ്ക്രിപ്റ്റാണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് കുറെ പടങ്ങൾ അന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊരു എക്സ്പീരിയൻസ് ആണ്.
അതൊരു കാലഘട്ടമാണ്. അത് അന്നത്തെ സിനിമകളാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെയും ഇന്നത്തെ സിനിമകളെയും ഇന്നത്തെ സിനിമ രീതികളെയും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുക എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുള്ളൂ. നിരീക്ഷണം ഉണ്ടല്ലോ, നമ്മൾ ചുറ്റുമുള്ളതിനെ എങ്ങനെ നിരീക്ഷിക്കുന്നു, അതിന്റെയൊക്കെ ഒരു ഉദാഹരണങ്ങളാണ് പല ക്യാരക്ടേഴ്സും. ഇപ്പം മൈ ഡിയർ കരടിയിലെ ഒരു റോൾ ഉണ്ടായിരുന്നു. അതായത് ഒന്ന് പറഞ്ഞ് അടുത്തത് ഒരു ബന്ധമില്ലാത്ത വേറൊരു കാര്യം പറയുന്നത്. അങ്ങനെ ആരെങ്കിലും പ്രദേശിലെ ക്യാരക്ടർ അങ്ങനെയുള്ളതാ. സ്ക്രിപ്റ്റിൽ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള അല്ല, നമ്മൾ പറയുന്ന ചില സംഭവങ്ങളൊക്കെ സീനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഹിറ്റ്ലർ പ്രദേശത്ത് ഞങ്ങളൊരു ക്യാരക്ടറിന്റെ കാര്യം പറഞ്ഞിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു സീക്വൻസ് ആക്കി വന്നത് സിനിമയിൽ നിന്ന്. പിന്നെ നിരീക്ഷണം തീർച്ചയായിട്ടും ഒരു പോയിന്റാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. കാരണം വെച്ചാൽ നമ്മള് ഒരു മിമിക്രി കലാകാരനിലേക്ക് മാത്രമല്ല, ഒബ്സർവ് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. ഇപ്പോ ചില സ്ലാങ്ങുകൾ, ഇപ്പൊ ട്രിവാൻഡ്രം സ്ലാങ്, പാലക്കാട് സ്ലാങ്, ഇപ്പൊ നമ്മൾ തൃശ്ശൂർ സ്ലാങ്, ഇതൊക്കെ നമുക്ക് ഈ നിരീക്ഷണത്തിലൂടെ തന്നെ കിട്ടിയേക്കണാണ്. അതൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നത്. ഞങ്ങളുടെ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പടങ്ങളിലൊക്കെ ആ സ്ലാങ് ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മൈ ഡിയർ കരടിയിലെ റോള് അതേപോലത്തെ ആരെങ്കിലും ലൈഫിൽ കണ്ടിരുന്നു? അങ്ങനെ ഒന്ന് പറഞ്ഞ് അടുത്തത്. അത് ഞാൻ അങ്ങനെ പലപ്പോഴും സംസാരിക്കുമ്പോ പലവരും മാറ്റർ മാറിപ്പോവാറുണ്ട്. പക്ഷെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് അതായത് ഇവിടുന്ന് കേരളത്തിൽ തുടങ്ങി കാശ്മീരിലൊക്കെ പോയിട്ട് പിന്നെ തിരിച്ച് അതെ 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 ആ സമയത്തുള്ള ഇതിന് ഇപ്പോഴാരെങ്കിലും അതൊക്കെ ഓർമ്മിച്ചിട്ട് അപ്രീസിയേറ്റ് ചെയ്യുന്നു? ഇപ്പൊ എത്ര പേര് ഇപ്പൊ അത് ആ ക്ലിപ്പ് തന്നെ എടുത്തിടുന്നുണ്ടല്ലോ. അത് വരുന്നുണ്ട്. ഇപ്പൊ ഷർട്ടിന്റെ പരസ്യം നമ്മൾ അന്ന് പറഞ്ഞില്ലേ, ഒരു കഴിഞ്ഞ പ്രാവശ്യം ഞാനും രാജപ്പനും കൂടി 399 രൂപയ്ക്ക് ഒരു ഷർട്ട് എടുത്തു. സാറ് കേൾക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങുന്ന സംഭവമുണ്ട്. ആ സീൻ ഇട്ടിട്ട് ഇപ്പോഴും അതേ എമൗണ്ടിന് നിങ്ങൾക്ക് ആ ഷർട്ട് ലഭിക്കുന്നു അതിന്റെ പരസ്യം ചെയ്തേക്കണ ആരോ. ഈ ഡയലോഗ്സ് ഒക്കെ അത് എഴുതി വെച്ചതാണോ, അല്ലെങ്കിൽ നമ്മളെ പിന്നെ അതൊക്കെ അവർ എഴുതി. പിന്നെ അതുപോലെ രഹനയുടെ ഒരു അഭിനയ കരിയർ അതെങ്ങനെയായിരുന്നു? ഫസ്റ്റ് പറയുമായിരുന്നു. ഫസ്റ്റ് ലേലമായിരുന്നു. ലേലം അന്ന് ഞാൻ 10th ഒക്കെ കഴിഞ്ഞ ആ സമയമായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാദറിന് അങ്ങനെ അഭിനയിക്കാൻ വിടാൻ താല്പര്യമൊന്നും അങ്ങനെയുള്ള ആളല്ല. അപ്പൊ ഞാൻ പണ്ട് 6th പഠിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു, ഡ്രാമ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന്. ഉപ്പ ഡ്രാമാറ്റിസ്റ്റ് ആണല്ലോ. അപ്പോൾ ഉപ്പ ഇങ്ങനെ ഒരു നോട്ടം കൊണ്ട് തന്നെ അതൊക്കെ ഒതുക്കി. അപ്പൊ അത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇങ്ങനെ പെർഫോം ചെയ്യാൻ വിടില്ലാന്ന്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് 10th കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരു ക്യാമറ അസോസിയേറ്റ് ഉപ്പാടെ ഫ്രണ്ടാണ്, വിളിച്ചിട്ടാണ് പോയത്. എടുക്കില്ല എന്നൊക്കെ വിചാരിച്ച് പോയി. പക്ഷെ അവിടെ ചെന്ന് എടുത്തു, അത് പെർഫോം ചെയ്തു. അങ്ങനെയാണ് അവിടെ നിന്ന് പിന്നെ അവിടുത്തെ മേക്കപ്പ് മാൻ പറഞ്ഞിട്ടാണ് കാരുണ്യം മൂവ് ചെയ്തത്. പിന്നെ കാരുണ്യം കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു ഫ്ലോ ആയത്. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്യാൻ വിട്ടു ജൂനിയർ മാൻഡ്രേക്കില്. അയ്യോ പിന്നെ തീർച്ചയായിട്ടും അത് ചേട്ടനും അനിയനായിട്ടുള്ള സംഭവങ്ങളൊക്കെ. അതിലൊക്കെ സീക്വൻസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പെട്ടെന്നൊരു ആദിവാസി പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ ഒരു നാടൻ പാട്ടിന്റെ കാര്യം പറഞ്ഞൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് അതപ്പോ തന്നെ പാടി താനോ താനും താനോ താനിന്നാനോ തന തന താനോ താനും താനോ താനിന്നാനോ ഞാനും ഉണ്ടാളുകനും തോട്ട് വരുമ്പോ തൂമ്പം തോട്ട് വരുമ്പത്തൊരു ചക്കത്തുണ്ടം കൊണ്ടെന്ന് നെഞ്ചിൽ മുക്കി തിന്നുമ്പോ വിളക്കത്തെ പാറ്റ പോലെ എന്റെ മോശം വന്ന്. ഇതൊരു സംഭവം നമ്മൾ ഇതിപ്പോ എല്ലാവരും സ്റ്റേജിലൊക്കെ പാടുന്ന പാട്ടാണ്, നമ്മൾ മാത്രമല്ല എല്ലാവരും പാടുന്ന പാട്ടുകളാണ്. അപ്പോ ഇത് സ്റ്റേജിൽ നമ്മൾ പാടുന്നുണ്ട്, അത് ഗുണം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ പെട്ടെന്നൊരു ഇന്നൊരു സാധനം വേണമല്ലോ. അലി അക്ബർ ആണ് അതിന്റെ ഡയറക്ടർ. അപ്പോ ആദിവാസി സംഭവത്തെ കുറിച്ചൊരു റിസർച്ച് നടത്തുന്ന ക്യാരക്ടറാണ് ജയശേട്ടന്റെ. പുള്ളിയുടെ അനിയനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് റൂമിൽ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു പാട്ടിന്റെ ഒരു സംഭവം ആവശ്യം വന്നപ്പോ നമ്മൾ പാടിയ ഒരു പാട്ടാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ജഗതി ശ്രീകുമാറായിട്ടുള്ള ഒരു കോംബോ കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പൊതുവെ പുള്ളിയുടെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള പിന്നെ പലരും ആ ഒരു അനുഭവം എങ്ങനെയാണ് പുള്ളിയുടെ കൂടെ അഭിനയിക്കുമ്പോൾ? അല്ല, അമ്പിളിച്ചേട്ടൻ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മൾ കണ്ട് മാറി നിന്ന് പഠിക്കേണ്ട ഒരു നടനാണ് പുള്ളി. ഇപ്പൊ നമുക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളോ അതല്ലെങ്കിൽ നമ്മളെ ഒരുപാട് പഠിപ്പിച്ചത് അങ്ങനല്ല. പക്ഷെ പുള്ളി ഇപ്പൊ സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള കോമഡികളുണ്ട്, ഇപ്പൊ ഡയലോഗ് നമ്മൾ ഡെലിവറി ചെയ്യുന്ന രീതികളുണ്ട്. അതിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ട ഒരു നടനാണ്. സിനിമയുടെ പ്രോപ്പർട്ടി എന്ന് നമ്മൾ പറയില്ല. അതായത് അമ്പിളിച്ചേട്ടനില്ലാത്ത ജഗതിച്ചേട്ടനില്ലാത്തൊരു സിനിമ അന്നും ഇന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത് സിനിമയ്ക്ക് വേണ്ടിയുള്ള ആളുകളാണ് അവരൊക്കെ. ഇന്ന് നമ്മുടെ ഒരു കഷ്ടകാലം, അമ്പിളിച്ചേട്ടനെന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ല, നമ്മൾ കാണികളായിട്ടുള്ള പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ ഒരു
ഭാഗ്യക്കുറവുകൊണ്ടാണ് ഇന്ന് അമ്പിളിച്ചേട്ടന് ചിലപ്പോൾ അങ്ങനെ ഇരിക്കേണ്ടി വന്നതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റാതെ പോയി അവസരങ്ങൾ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ അത്രയും ഇന്നും എല്ലാ സിനിമയിലും അമ്പിളിച്ചേട്ടന് വീട്ടിലിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്തും. കാരണം ക്യാരക്ടർ റോളുകളൊക്കെ ഏത് കൊടുത്താലും അനായാസം ചെയ്യുന്ന ഒരു ആക്ടറാണ്. എല്ലാവർക്കും അറിയാം, നമ്മളൊന്നും പറയേണ്ട കാര്യം, നമ്മളൊന്നും പറയാൻ യോഗ്യനല്ല ഞാനൊന്നും. പക്ഷെ ഇന്നും അമ്പിളിച്ചേട്ടൻ്റെ ഗ്യാപ്പ് അവിടെ തന്നെ കിടക്കുകയാണ്. അത് ഫില്ല് ചെയ്യാൻ ആർക്കും പറ്റിയിട്ടില്ല. അതുപോലെ മറ്റു പലരും, കുതിരവട്ടം പപ്പു, മുരളി, ഇപ്പൊ പപ്പുച്ചേട്ടൻ, മുരളിച്ചേട്ടൻ, പിന്നെ ശങ്കരാടി ചേട്ടൻ, ഒടിയൂർ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, പിന്നെ അങ്ങനെ സോമൻ ചേട്ടൻ, ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് നഷ്ടം തന്നെയാണ്. വെറുതെ ഒരാൾ മരിച്ചു പോകുമ്പോൾ, നമ്മൾ വിട്ടു പോകുമ്പോൾ നമ്മളൊരു മലയാള സിനിമയുടെ നഷ്ടം എന്നൊക്കെ പറയാം. അതുപോലെയല്ല. അതൊന്നും അവരൊന്ന് ചെയ്തു വെച്ച സംഭവങ്ങൾ നമ്മൾ എടുത്ത് വീണ്ടും കണ്ടാൽ മതി. അപ്പൊ അറിയാൻ പറ്റും എന്താണ് നഷ്ടം എന്നുള്ളത്. ഇവരൊക്കെ അനുകരിക്കാറുണ്ടായിരുന്നില്ലേ ആ സമയത്ത് ഈ ലൊക്കേഷനിലും മറ്റേക്ക്? അപ്പം ഇവരുടെ കയ്യിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് അല്ല, അവരൊക്കെ ഒരു പരിധി വരെയൊക്കെ എല്ലാം ഭയങ്കര ആസ്വദിക്കുന്ന ആളുകളാണ്. അപ്പൊ ലാലേട്ടനാണെങ്കിലൊക്കെ അവർ ഇങ്ങോട്ട് തന്നെ ഇപ്പോൾ എന്നെ അനുകരിക്കുന്നില്ല ഈ സംഭവത്തിലൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്റെ ഫാദർ അബൂബക്കർ, അപ്പൊ അദ്ദേഹം വളരെ കുറച്ചു പടങ്ങളാണ് ഈ ജനറേഷൻ കണ്ടേക്കുന്ന കുറച്ചു പടങ്ങളാണ്. പക്ഷെ മലയാളത്തില് വാത്സല്യം പോലുള്ള പടം ഞാൻ പറഞ്ഞ അത് വിരലെണ്ണാവുന്ന പടങ്ങളാണ്. ഇപ്പൊ ഭരതേട്ടന്റെ കേളി, ഇപ്പോ ലോയ് സാറ് തന്നെ പ്ലാൻ ചെയ്ത് വിളിച്ച കുറച്ച് പടങ്ങളുണ്ട്. ആധാരം, വളയം, വാത്സല്യം, പിന്നെ സല്ലാപം, ഇതൊക്കെ വാപ്പിച്ച് കണ്ടുകൊണ്ട് തന്നെ എഴുതിയ, അത് ലോയിട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഓക്കെയാണ്, അത് അബൂക്ക ചെയ്തതിനെ കറക്റ്റാണ് എന്നുള്ളതിൽ അങ്ങനെ കണ്ട് ചെയ്ത സംഭവങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഭയങ്കര ടച്ചിങ്ങുള്ള പടമാണ് ഭൂമി മലയാളം എന്ന് പറഞ്ഞിട്ട്, ടി ആർ റസാക്കിന്റെ. അത് ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടർ വാപ്സിയുടെ. അപ്പൊ ഇതൊക്കെ കുറച്ച് ക്യാരക്ടേഴ്സ് വിരലെണ്ണാവുന്ന പടങ്ങളേ ഉള്ളൂ. പക്ഷെ അവർ ചെയ്തു വെച്ചു പോയിരിക്കുന്നത് വേറെ സംഭവമാണ്. അപ്പൊ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ നടന്മാരിൽ ഒരാൾ തന്നെയാണ് വാപ്പയുടെ സംഭവം. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രേക്ഷകൻ നിലയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഒരു ഗ്യാപ്പ് തന്നെയാണ്. നമ്മൾ പറയാതെ തന്നെ പലരും നമ്മളടുത്ത് പറയുന്ന കാര്യമാണ്. അതൊക്കെ ഇപ്പോഴും വാത്സല്യത്തിലെ കുഞ്ഞമ്മാൻ അത് എപ്പോഴും ഓർമ്മയുള്ള ഒരു ക്യാരക്ടറാണ്. അതെ, തീർച്ചയായും. നവാസിന്റെ ഒരു കരിയർ നോക്കുമ്പോൾ അതിനുശേഷം ഒരു 90-കൾ കഴിഞ്ഞ് 2000-കൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് പിന്നെ ഒരു ചട്ടമ്പി നാടാണ് അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട. അപ്പൊ എന്തായിരിക്കും ചട്ടമ്പി നാട്, പിന്നെ മേരാനൻ ഷാജി, അങ്ങനെ ചെറിയ ചെറിയ പടങ്ങളും ഒക്കെയാണ് നമ്മൾ പിന്നെ ചെയ്തത്. ഇതൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താ പറയുക, സിനിമയെ പൂർണ്ണമായിട്ട് വീക്ഷിക്കുന്ന, അല്ലെ സിനിമയിലേക്ക് ആള് വരുന്നില്ലല്ലോ, സിനിമയിൽ കാണുന്നില്ലല്ലോ എന്നുള്ള സ്ഥലത്താണ് അത് വരുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ കലാരംഗത്താണ് നിൽക്കുന്നത്. ഞാനപ്പോ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജ് പ്രോഗ്രാംസ്, ഞാൻ മറ്റുള്ള സ്റ്റേജ് ഷോസ് കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ കലയിൽ നിന്ന് തന്നെ പോവാ. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എന്നോട് പറയുന്ന എല്ലാവരോടും നമ്മൾ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിനും ഒരുപോലെ സ്നേഹിക്കാന്നാണ്. അത് സിനിമയിൽ പറ്റില്ല. സ്നേഹിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ് നമ്മൾ, പക്ഷെ ഒരു കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യില്ല. അത് എന്റെ പരാജയമായിട്ടേ പറയാൻ പാടുള്ളൂ. അല്ലാതെ സിനിമയിൽ നിങ്ങൾക്ക് അത്യാവശ്യം അഭിനയിക്കാൻ അറിയാലോ, അല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണല്ലോ, പിന്നെ എന്താണ് സിനിമയിൽ ആരെങ്കിലും അതിനകത്ത് അർത്ഥമില്ല. നമ്മൾ എന്തിനാണോ ഇതാക്കുന്നത് നമ്മൾ അതിലേക്ക് നമ്മൾ 100% ഇൻവോൾവ് ആവണം. മറ്റെല്ലാ കാര്യങ്ങളിലും നമ്മൾ കറക്റ്റായിട്ട് അത് ഫോക്കസ് ചെയ്ത് പോകണം. ഇപ്പൊ നമുക്ക് കിട്ടുന്ന, നമുക്കറിയാവുന്ന, അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും സർവേശ്വരൻ ഒരു അനുഗ്രഹവും കഴിവും കൊടുത്തിട്ടുണ്ട്. ആ കഴിവിനെ വേണ്ട രീതിയിൽ കൃത്യസമയങ്ങളിൽ ഉപയോഗപ്പെടുത്തി കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോണം. അത് പോവാത്തത് എന്റെ പരാജയമാണ്, മറ്റുള്ളവരുടെ കുഴപ്പമില്ല. പക്ഷേ അത് പരാജയമായിട്ട് ഞാൻ കാണാത്തത് എന്താന്ന് വെച്ചാൽ ഞാൻ മറ്റു പല കാര്യങ്ങളും ബിസിയാണ്. കലാരംഗത്ത് തന്നെ സ്റ്റേജിലും മറ്റുള്ള ചാനൽസ് പരിപാടികളിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് പോകുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് സന്തോഷം തരുന്ന, അതല്ലെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാനുള്ള തമാശകളില്ല വേണ്ടെന്നല്ല ഞാൻ പറയണത്, തമാശകളാണെങ്കിൽ പോലും ഒരു ക്യാരക്ടർ റോളിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ പിന്നെ വീണ്ടും ഇൻവോൾവ് ആയത്. ഇപ്പൊ ആ സമയത്ത് പലരും, ഇപ്പം ജഗദീഷ് ആവട്ടെ അല്ലെങ്കിൽ സുധീഷ് ആവട്ടെ, ആ സമയത്ത് ഒരു സ്ഥിരം കോംബോ ലൈനിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. സുധീഷ് ഇപ്പൊ അപ്പിയറൻസ് ഒക്കെ മാറ്റി, അല്ലെങ്കിൽ കോട്ടയം നസീർ ആവട്ടെ, ഇവർക്ക് വേറെ അപ്പിയറൻസുകളിലൊക്കെ സിനിമയിൽ ഇപ്പം വേറെ റോളുകൾ, മറ്റ് ചില റോളുകളിലേക്ക് മാറ്റില്ല, അവര് മാറിപ്പോയതാ. ഈ സുധീഷിനെ കുറിച്ച് നസീറിനെ കുറിച്ച് എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാം, അവരെന്നൊന്നും പറയില്ല. കാരണം അത്ര ഞങ്ങള് ചങ്ക് ഫ്രണ്ട്സ് ആണ്. കാരണം അവര് മുടി കൊഴിഞ്ഞപ്പോ എന്ത് ചെയ്യാൻ പറ്റും,
അങ്ങനെ വന്നതല്ലേ? അപ്പൊ ഈ നസീർ എന്നെ വിളിച്ചിട്ട് എടാ നീ ഒന്ന് മാറി ചിന്തിക്കണം, അത് നമ്മളങ്ങനെ ഇത് നോക്കാൻ നിൽക്കരുത്, ഗ്ലാമർ സംഭവം നോക്കാൻ നിൽക്കരുത്, നമ്മളത് കെറ്റപ്പൊക്കെ മാറ്റി നമ്മൾ വേറെ സംഭവങ്ങളിലേക്ക് നമ്മൾ ചെയ്യണം. ഞാൻ പറയാം നീ ചെയ്തോ, എന്റെ മുടി എന്തായാലും പോയല്ലോ, എന്റെ മുടിയൊക്കെ പോകുമ്പോ ഞാനത് ചെയ്തോളാം. അതിലൊക്കെ ഭയങ്കര പോയിന്റ് ഉണ്ട്, ഭയങ്കര കാര്യമുണ്ട് കേട്ടോ. നമ്മള് ചില സംഭവങ്ങളൊക്കെ വരുമ്പോ ചിലത് നമുക്ക് അയ്യോ ഇപ്പൊ അത് ചെയ്യാൻ പറ്റൂ എന്നുള്ള ഇത് അക്സെപ്റ്റ് ചെയ്യലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ പ്രായമാകുന്നത്, താടി നിരയ്ക്കുന്നത്, മുടിയെടുക്കുന്നത്, കഷണ്ടി, അതൊന്നുമല്ല ഞാൻ പറയണത്. ചില റോളുകൾ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മൾ പറ്റാത്തതിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് ഭയങ്കര മുഴച്ചു നിൽക്കും. അത് ആര് ചെയ്താലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്തോ, എനിക്കിപ്പോ ഈ സംഭവം ചെയ്താൽ ഓക്കെയാണ്, ഞാൻ അത് ചെയ്യാൻ റെഡിയാണ് എന്ന പൂർണ്ണ മനസ്സോടുകൂടെ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും, അത് കുഴപ്പമില്ല. നമ്മുടെ കോൺഫിഡൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. അത് ശരിയാവോ, അതല്ലെങ്കിൽ ഇത് കറക്റ്റ് ആവുമോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ വരും എന്നുള്ള. എന്നാൽ പോലും നമ്മുടെ ഒരു ഏജും കാര്യങ്ങളൊക്കെ വെച്ച് കഴിയേണ്ട പരമാവധി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വീണ്ടും ഈ പ്രണയദിനത്തിലേക്ക്, വാലന്റൈൻസ് ഡേയിലേക്ക്, നമ്മുടെ ഇന്നത്തെ ദിവസത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇപ്പൊ പ്രണയിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് വേണ്ടി ഒരു പാട്ട് കൂടി പാടിയിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. പ്രണയിക്കുന്ന ആളുടെ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ ഞങ്ങളെ, ഇത് തന്നെയാണ് പ്രണയം. ധൈര്യമായിട്ട് പ്രണയിച്ചു. പക്ഷെ പ്രണയത്തിന് സത്യം ഉണ്ടായിരിക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ളതോ ഒന്നും ആകരുത്. എല്ലാത്തിനും പ്രണയിക്കണം. നമ്മൾ മനുഷ്യർ എന്നുള്ളത് മാത്രമല്ല, നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളെയും പ്രണയിക്കുക, അല്ലേ? ഈ പ്രണയം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനൊരു ജീവിതത്തിന് അർത്ഥമുള്ളൂ. അല്ലാതെ വ്യക്തികൾ തമ്മിലുള്ള പ്രണയം എന്നുള്ളത് മാത്രമല്ല, ഈ പ്രകൃതി തന്നെ നമ്മൾ പ്രണയിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു ആസ്വദിക്കാനുള്ള കഴിവും ഒക്കെ തന്നിരിക്കുന്നത് മനുഷ്യന് മാത്രമാണ്, ഈശ്വരൻ തന്നിരിക്കുന്നത്. അതിനെ ഈ ജീവിച്ചിരിക്കുന്ന അത്ര നാള് കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ആ വൈറലായിട്ടുള്ള വീഡിയോയിലെ സോങ് ഉണ്ടല്ലോ, വാഗപ്പൂ, അതൊന്ന് പാടിയിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു. നോക്കാം. അതിലൊരു പ്രണയമുണ്ട് അല്ലേ? വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളക്കിലുക്കം കേട്ടു കോരി തരിച്ചു നിന്നു, തെന്നൽ തരിച്ചു നിന്നു. വിരലൊടിച്ചു വിളിച്ച നേരം വിരൽ കടിച്ചവളരികിൽ വന്നു, വിധുവദനയായി വിവശയായവളൊതുങ്ങി നിന്നു, നാണം കൊണുങ്ങി നിന്നു. പാകപ്പൂമരം ചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവിധ പ്രണയാശംസകളും. ഒരുപാട് സന്തോഷം ഈ ദിവസം ഞങ്ങൾ ക്ഷണിച്ചത്. താങ്ക് യു.